കനത്ത മഴയിൽ നാടും നഗരവും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ചേന്നമംഗലൂർ പുൽപ്പറമ്പിൽ നടന്ന ഒരു കല്യാണം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. വിവാഹത്തിനായി വരനും വധുവും ഡിങ്കി ബോട്ടിൽ പോകുന്ന ദൃശ്യങ്ങളാണ് വൈറലായത്. കനത്ത മഴയിൽ റോഡുകൾ പുഴയായി മാറിയതോടെ നവദമ്പതികൾ ബോട്ടിൽ യാത്ര ചെയ്ത ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാവുന്നത്. 2 ദിവസങ്ങളായി തുടരുന്ന മഴയിൽ കരിതുള്ളി ഒഴുകുകയായിരുന്നു ഇരുവഴിഞ്ഞിപ്പുഴ. പുഴയുടെ ഓരങ്ങളിലെ പുൽപ്പറമ്പിലെയും ചേന്നമംഗലൂരിലെയും വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലുമായി. ഇതോടെ പുൽപ്പറമ്പ് NC ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച നടക്കേണ്ട കല്യാണത്തെക്കുറിച്ചും ആശങ്കയുയർന്നിരുന്നു. എന്നാൽ കല്യാണം നിശ്ചയിച്ച ദിവസം തന്നെ നടന്നു. കല്യാണം കഴിഞ്ഞ് വരനും വധുവും വരൻ്റെ വീട്ടിലെത്തിയത് ഡിങ്കി ബോട്ടിലായിരുന്നു. ഓഡിറ്റോറിയം വെള്ളത്തിലായതോടെ ഇരു കുടുംബങ്ങളും ബന്ധുക്കളും ആശങ്കയിലായെങ്കിലും മുക്കത്തെ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വിവാഹം നടത്താൻ വരൻ്റെ പിതാവ് CT ബദ്രുസമാനും ഉമ്മ നുസ്രിയയും ബന്ധുക്കളും തീരുമാനിക്കുകയായിരുന്നു. കുടുംബ ഗ്രൂപ്പുകളിലും നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും എല്ലാവരെയും വിവരമറിയിച്ചു. എന്നാൽ വരനും വധുവും വിവാഹം കഴിഞ്ഞ് പുൽപ്പറമ്പിലെ വീട്ടിലേക്ക് വാഹനത്തിലെത്താൻ കഴിയാത്ത വിധം റോഡുകൾ വെള്ളത്തിലായിരുന്നു. ഇതോടെ പുൽപ്പറമ്പ് രക്ഷാസേനയുടെ വളണ്ടിയർ CK ഷബീറിന്റെ നേതൃത്വത്തിൽ ഡിങ്കി ബോട്ടിൽ വരൻ അൽത്താഫുസമാനെയും വധു ഷാമിലെയും വീട്ടിലെത്തിച്ചു. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും വൈറലായിട്ടുണ്ട്. പുൽപ്പറമ്പിലെ വരൻ്റെ വീട്ടിലേക്ക് വാഹനത്തിൽ ബന്ധുക്കളുടെ അകമ്പടിയോടെ എത്തേണ്ടിയിരുന്നവർ റോഡിലൂടെ ഡിങ്കി ബോട്ടിൽ സഞ്ചരിച്ച് വീടണഞ്ഞത് പുതിയൊരു വൈബും വേറിട്ട അനുഭവമായി മാറുകയും ചെയ്തു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ മലയമ്മ സ്കൂളിന് സമീപം കിണറിടിഞ്ഞ് താഴ്ന്ന് വീണ് വീട് അപകടാവസ്ഥയിലായി. തവനൂർ മനോജ് കുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള തറവാട് വീടിൻ്റെ കിണറാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത്. വീടിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ചെങ്കല്ല് കൊണ്ട് കെട്ടിയ കിണറാണ് മോട്ടോറടക്കം ഇടിഞ്ഞു പോയത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു.